ഹായ് മകളെ, SLC വിദ്യാർത്ഥികൾക്കാണ് നമ്മളൊരു പ്രഡിക്ഷൻ ആണ്, അതായത് സാധ്യതാ ചോദ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ കാണുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചെന്ന് 100% ഉറപ്പ് വരുത്തണം. കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാ ചോദ്യങ്ങളുടെയും കൃത്യമായുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഇന്നും രാത്രി മെഗാ മാരത്തോൺ 7 മണിക്ക് വരുന്നുണ്ട്. സോ എല്ലാവരും സൈലം SLC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ ഞങ്ങളൊക്കെ ഉണ്ടാവും, അടിപൊളിയാക്കണം. സോ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാണ്. സോ ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിമ്പിളായിട്ട് ഏതെങ്കിലും സീക്വൻസ് തന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പദങ്ങൾ തന്നുകൊണ്ട് കോമൺ ഡിഫറൻസ് കാണാനായിരിക്കും ചോദിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പദം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം, അതിന്റെ ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രീതി കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം. ഇത് നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി ചോദ്യമാണ്. സോ മിസ്സാക്കരുത്. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏതെങ്കിലും 2 പദങ്ങൾ തന്നുകൊണ്ട് ദ ഫിഫ്ത്ത് ടേം, അതായത് 2 പദങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ചോദിക്കാം. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് 100. ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ? ശരിക്കും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ്. ഈ ഒരു ഒറ്റ ചോദ്യത്തിലുണ്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നാമത്തെ ചാപ്റ്ററിലുണ്ട്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു 2 or 3 ക്വസ്റ്റ്യൻ എന്തായാലും ചോദ്യപേപ്പറിൽ ഉണ്ടാവും. മക്കളെ ഒന്നെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും കാണാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫറൻസുകൾ വ്യത്യാസമാവോ, പദങ്ങൾ വ്യത്യാസമാവോ എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും 2 or 3 ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. അത് ആ രീതിയിലാണ് പരീക്ഷയ്ക്ക് പൊതുവെ വരാറുള്ളത്. സോ അത് മിസ്സാക്കരുത്. പിന്നെ ഇതിനൊക്കെ ആൻസർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരെ എന്തിലേക്ക് വരിക? സൈലം SLC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് തുകയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. സാധാരണ പല തരത്തിൽ വരാറുണ്ടെങ്കിലും ഈ രീതിയിൽ, അതായത് ഏതെങ്കിലും 2 പദങ്ങളോ അല്ലെങ്കിൽ ഒരു പദമൊക്കെ വെച്ചിട്ടുള്ള സമ്മ് നിങ്ങളോട് ചോദിക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, ഓഡ് ടേം, നമ്പർ ഓഫ് ടേംസ് ഓഡാണ് എങ്കിൽ ഉള്ള മോഡൽ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ ഒരു 5 മാർക്കിന്റെ ഒരു A+ ചോദ്യം സം അഥവാ തുകയിൽ നിന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നെ നമ്മൾ സർക്കിൾസിലേക്ക് അടുക്കാണ് വൃത്തങ്ങൾ. അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യമായിട്ട് പൊതുവെ 2 മാർക്കിന് ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. ഈ ചിത്രം തന്നെ തന്നുകൊണ്ട് ഈ കാണുന്ന ആംഗിളിൽ ചിലപ്പോൾ ഇത് തരും അല്ലെങ്കിൽ ഇത് തരും, എന്നിട്ട് ബാക്കി 2 കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം സിമ്പിളായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മിസ്സാക്കിയത് പഠിക്കുക. അടുത്തായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സർക്കിളിന് പുറത്ത് സർക്കിളിനകത്ത് ഓൺ ദി സർക്കിൾ, ആ ടോപ്പിക്കിൽ നിന്നും ഒരു 3 മാർക്കിന് ചോദ്യം സർക്കിൾസ് അഥവാ വൃത്തങ്ങളിൽ വരാറുണ്ട്. ഇപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, 90-ൽ കുറവാണെങ്കിൽ പുറത്ത്, 90-ൽ കൂടുതലാണെങ്കിൽ അകത്ത്. ഇത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരക്കാൻ ഏകദേശം 89% അല്ലെ 99% നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ. 3 ആംഗിൾ തന്നുകൊണ്ട്, ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ മോഡൽ ടാൻജൻസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നിങ്ങൾ പറയാം ഇൻ റേഡിയസ് എന്നായിരിക്കും. അപ്പോൾ ആ 2-ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 99% നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. ഈ ടോപ്പിക്കിന് സർക്കിൾസിനാണെങ്കിൽ നിങ്ങൾ ഡബിൾ എടുക്കുകയും ടാൻജൻസിനാണെങ്കിൽ 180 മൈനസ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് വരക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. നിങ്ങൾ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിലേക്ക് ഞാൻ അയച്ചുതരാം. അടിപൊളിയായിട്ട് വരച്ചു വെച്ച എല്ലാ ടോപ്പിക്കും വരച്ചു വെച്ച വീഡിയോ അവൈലബിൾ ആണ്. എൻ്റെ സൈലം ഈസി മാത്സ് ഓൺ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സൈലത്തിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അയക്കാം. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏകദേശം 99.9% വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരാം, 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ 5 × 3, ഇത് 15 ആണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങളോട് ഒരു സ്ക്വയർ വരക്കാൻ ചോദിക്കും. ചിലപ്പം 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ വരക്കുക, ശേഷം സെയിം ഏരിയ ഉള്ള സ്ക്വയർ വരക്കുക. അങ്ങനെ ആയിരിക്കും ചോദിക്കുക. 2 സെയിം തന്നെയാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ചോദ്യം ഏകദേശം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അഥവാ സാധ്യതയുടെ ഗണിതത്തിൽ നിന്നും പെയർ അഥവാ ജോഡികളിൽ നിന്നും ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ് 10A ക്ലാസ് 10B ക്ലാസ് അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അങ്ങനെ ഏതെങ്കിലും 2 കാറ്റഗറി വെച്ചുകൊണ്ട് പെയർ അഥവാ ജോഡികൾ വെച്ചിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. 4 മാർക്ക് നിങ്ങൾക്ക് ഇതിലുണ്ടാവും. ഇതിലാകെ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 6 ചോദ്യങ്ങളും പഠിച്ചാൽ അതിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഇതിൽ വരാത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ, പിന്നെ ടോട്ടൽ പെയർ, അതായത് ആകെ ജോഡികൾ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ആൺകുട്ടി, ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടി. ആ 3 ക്വസ്റ്റ്യനോടാണ് ഇതിൽ വരാനുള്ളത്. അങ്ങനെ 6 ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് 4 മാർക്ക് സ്കോർ ചെയ്യാം. അത് എന്തായാലും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്, മിസ്സാക്കരുത്. അടുത്തൊരു ചോദ്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ 2ാം ഡിഗ്രി സമവാക്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഏരിയയും തന്നു, പെരിമീറ്ററും തന്നു, പരപ്പളവും ചുറ്റളവും തന്നിട്ട് അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് പെരിമീറ്റർ തരും, ഡയഗ്രം അഥവാ വികരണം തരും, എന്നിട്ട് സൈഡ് കണ്ടുപിടിക്കുക. 2-ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് വരാറുണ്ട്. 2 നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്.
രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സദാ പോലെ ഒരു അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പർ അല്ലെങ്കിൽ 6ന്റെ അടുത്തടുത്ത ഗുണിതങ്ങൾ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ എന്തായാലും നമ്മുടെ ലൈവുകൾ കാണുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ട്രിഗണോമെട്രി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ചിത്രം തന്നുകൊണ്ട് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ചോദ്യം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് രണ്ടുകൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലത്തെ ചോദ്യമായിരിക്കും വരുന്നത്. അപ്പം ഫസ്റ്റത്തെ 30 60 90 എന്തായാലും 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സൈന് കോസ് ടാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ടാൻ എ ഇൻറ്റു ടാൻ ബി ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾ കണ്ട മോഡലാണ്. ചിലപ്പോൾ ഇത് തന്നിട്ട് ഇവിടെ 13 തരും, ഇവിടെ 5 തരും, എന്നിട്ട് ഇത് എത്ര, എന്നിട്ട് സൈൻ എ എത്ര, സൈൻ ബി എത്ര, സൈൻ എ ബൈ കോസ് ബി ഈക്വൽ ടു ടാൻ ബി എന്ന് സൈൻ എ ബൈ കോസ് എ ഈക്വൽ ടു ടാൻ എന്ന് തെളിയിക്കുക. ആ രീതിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എന്നാലും അത് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതേ ടോപ്പിക്ക് നിങ്ങൾക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് 2r ഈക്വൽ ടു എ ബൈ സൈൻ എക്സ്. ഇത് നിങ്ങൾക്ക് പൊതുവെ ക്രിസ്മസ് എക്സാമിനാണ് വന്ന് കാണാറുള്ളത്. പബ്ലിക് എക്സാം ഈ ടോപ്പിൽ നിന്ന് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ നിങ്ങൾ പഠിക്കാതെ പോയത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഒറ്റ ടോപ്പിക് കൂടിയേ ഉള്ളൂ, അതായത് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഈ ചിത്രം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഠിച്ചു വെച്ചോളൂ. ഒരു കുട്ടി തൊട്ട് മുന്നിലുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ കാണുന്നു, ശേഷം 8 മീറ്റർ പിറകോട് നടക്കുന്നു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നേരെ ലൈവിലേക്ക് വരിക, അവിടെ കാണാം. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് അതായത് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിയുടെ കണക്കിന് ഏകദേശം 99% നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരു ടേബിൾ തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും. ചിലപ്പം ഏതെങ്കിലും ഒരാളെ അസ്യൂംഡ് മീഡിയം ചോദിക്കും, സാങ്കല്പിക മധ്യമം. ഏതെങ്കിലും ഒരാളായിരിക്കില്ല ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 19, 25, 32, 33. അപ്പം 33 + 1 34, 34 18ാമത്തെ ആളുടെ അസ്യൂംഡ് മീഡിയം എത്ര അഥവാ സാങ്കല്പിക മധ്യമം എത്ര ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മധ്യമം കാണുക, മീഡിയം കാണുക, അത് 5 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. എന്തായാലും ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ റെക്റ്റാങ്കിൾ തന്നുകൊണ്ട് ബാക്കി 2 കോർണറിലെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡയഗണലിൻ്റെ നീളം കാണുക, വികരണങ്ങളുടെ നീളം കാണുക. ചിലപ്പോൾ ചോദിക്കുക ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന, ഈ ഡയഗണൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് സൂചകസംഖ്യ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ആ രീതിയിലൊരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ പഠിക്കാതെ പോകരുത്. പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് തവണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏത്, വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ധൈര്യമായിട്ട് എന്താക്കാം, ലൈവിലേക്ക് വരൊക്കെ പഠിപ്പിച്ച് തന്നിട്ടേ പോകുള്ളൂ. പിന്നെ ഒരു വെറൈറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സും വൈയും ആക്സിസ് വരച്ചുകൊണ്ട് ഇതുപോലെ 4 പോയിന്റുകൾ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും 3 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാൻ പറയും. അതായത് 4 പോയിന്റ് ചിലപ്പോൾ സ്ക്വയർ ആവാം, ക്വാഡ്രിലാറ്ററൽ ആവാം, അഥവാ ചതുർഭുജമാവാം, സമചതുരം എന്താ പറയുക സ്ക്വയർ, റെക്റ്റാങ്കിൾ ആവാം, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 പോയിന്റാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആവാം. അങ്ങനെ ഏതെങ്കിലും ഒന്നാണോ എന്ന് ചോദിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം ഈ മോഡൽ ക്വസ്റ്റ്യൻ, ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ. ഈ മോഡൽ നിങ്ങൾക്ക് 4 എണ്ണത്തിന് പകരം 3 എണ്ണം വന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ചോദിച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 100% പറയില്ല, 99%, കാരണം 100% പറയാൻ പറ്റില്ല. ആകെ ചേഞ്ച് ഉണ്ടാവുക 2.5 സെൻറ്റിമീറ്റർ സ്ഥാനത്ത് 3 സെൻറ്റിമീറ്ററോ 6.5 7 ഇങ്ങനെ ഏതെങ്കിലും ഒരു അളവ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഡ്രോ എ ടാൻജന്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോ 2 ടാൻജന്റ് എന്നായിരിക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ഉറപ്പാണ്. അടുത്ത നമുക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏതെങ്കിലും 2 ആംഗിൾ തന്നിട്ട് ബാക്കി 3 ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചിത്രം വെച്ചുകൊണ്ട് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പ് പറയാൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ചിത്രം തന്നുകൊണ്ട് 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ആംഗിൾസ് കണ്ടുപിടിക്കാം. അത് ചിലപ്പോൾ സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ചിത്രം വരിക. ചിലപ്പോൾ സർക്കിൾസും ടാൻജൻറ്റും അഥവാ വൃത്തങ്ങളും തൊടുവരെയും കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം നിങ്ങൾക്ക് 5 മാർക്ക് പ്രതീക്ഷിക്കാം. മിസ്സാക്കരുത്. ആൻഡ് ഈ കാണുന്ന ചോദ്യം നിങ്ങൾക്ക് സാധ്യതാ ലിസ്റ്റിലിടാം. വരക്കാനുള്ള ചോദ്യമാണ് മക്കളെ. വരക്കാൻ ഏത് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ 2 വീഡിയോ അയച്ചിട്ടും അതിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കാം. എല്ലാ മാർക്കും നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 10 മാർക്ക് 15 മാർക്കോളം അതിൽ തന്നെ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അടുത്തത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവുമാണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അല്ല എന്തായാലും 2 ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഒന്ന് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ, നേർവരയുടെ സമവാക്യം, അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ. ആ രണ്ടും എന്തായാലും ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഗ്യാരണ്ടിയാണ്.
ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കാം. ചെരിവ് കാണാൻ എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സമവാക്യം. ഈ ചോദ്യം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. ഇതിന് പകരം സിമ്പിളായിട്ട് ഏതെങ്കിലും നമ്പർ തരും. ഇപ്പോൾ 1,2 ഈ വരയിലെ ബിന്ദുവാണോ എന്ന് തെളിയിക്കുക, പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ലൈവിലേക്ക് വരിക. ഉറപ്പായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ റേഷ്യോ സെഷൻ ഫോർമുലയാണ്. ചാൻസ് ഉണ്ട്, ഒരു 50% ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യന്. അപ്പോൾ നിങ്ങളൊന്ന് വരിക. എന്നാലും നമ്മൾ പറയുകയാണ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ സർക്കിൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, സർക്കിളിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ ചിത്രം ഇങ്ങനെ ആയിരിക്കില്ല വരിക, പകരം ഒരു സർക്കിളൊക്കെ തന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. ഒരു സർക്കിൾ, നേരെ കണ്ട പോലെ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് എന്തറിയണം? സെൻറ്ററും അറിയണം, റേഡിയസും അറിയണം. ആ 2 പോയിന്റ് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. 5 മാർക്കിൻ്റെ ചോദ്യം. സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ആ 2 ടോപ്പിക്കിൽ നിന്ന് എന്തായാലും നിങ്ങൾ പഠിക്കണം. അത് 5 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ പോളിനോമിയൽസ് ആണ്, ബഹുപദങ്ങളാണ്. മിക്കവാറും കെൻ്റെ വാല്യൂ കാണാനുള്ള ഒരു ചോദ്യം, ഏതെങ്കിലും ഒന്ന് ഫാക്ടറാണ് അഥവാ ഘടകമാണെന്ന് പറഞ്ഞുകൊണ്ട് കെൻ്റെ വാല്യൂ കാണാനുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വെച്ചുകൊണ്ട്. എന്നാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഏതെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ക്വസ്റ്റൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. P(x - P(3) മോഡൽ ഒരു ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ചോദ്യപേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ്. ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് 4 മാർക്കിൻ്റെ ഒരു ചോദ്യം പ്രൊഡക്റ്റ് ആക്കിയിട്ട് സൊല്യൂഷൻ കാണാനൊക്കെ ചോദിക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം, മിസ്സാക്കരുത്. ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ അടുത്തത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. സെൻട്രൽ ആംഗിൾ തന്നുകൊണ്ട് അഥവാ ഒരു കോണിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നുകൊണ്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എക്സ് ഡിഗ്രി വെച്ചുകൊണ്ട് കരയുന്നത് നോക്കണ്ട കേട്ടോ. അത് വെച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഷേപ്പ് തന്നുകൊണ്ട് വോള്യം കാണാനോ എത്ര ലിറ്റർ എന്നോ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചിത്രമായിരിക്കും തരാം. ഇതന്നെ. എന്നിട്ട് ഇതൊരു ടോയ് ആണ്. ഇതിൻ്റെ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കാണാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എത്ര രൂപ എന്നുള്ള രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വിചാരിച്ചത്. സോ എല്ലാവരും അടിപൊളിയാക്കാം. പിന്നെ ഒരുക്കി മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് പഠിക്കാതെ പോയത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാജ് ഫ്രം ഈസി മാത്സ്. മറക്കണ്ട, സൈലന്റ് മെസ്സേജിൽ വരിക. അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം. ബൈ.